ഹലോ അസ്സലാമു അലൈക്കും ടു ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ് ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇതൊരു ചെറിയ മിനി കുട്ടി വ്ളോഗാണ്. ഇന്ന് ഞാൻ സിയാറത്തിന് പോവാണ്. ഫേമസ് മസ്ജിദായിട്ടുള്ള കൊന്താല പള്ളിയിലാണ്. അത് പ്ലേസ് തൊടുപുഴയാണ്. അപ്പോൾ ഞാൻ അവിടെ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാലോ, എല്ലാ മനുഷ്യർക്കും പ്രതീക്ഷ വേണമല്ലേ. പ്രതീക്ഷ ഇല്ലെങ്കിൽ ആ ജീവിതത്തിന് എന്താ പറയുക, ഒരു ഒഴുക്കുണ്ടാവില്ല. എല്ലാ മനുഷ്യരും ഓരോരോ പ്രതീക്ഷയിലാണ് അവരുടെ ജീവിതം തള്ളി നീക്കണം അല്ലേ. അപ്പോൾ എനിക്കും അങ്ങനെ കുറേ പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറാൻ ഞാൻ അള്ളാഹുവിനോട് എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക, നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് ഫീൽ കിട്ടും. ഇങ്ങനെ ഓരോരോ സ്ഥലത്തൊക്കെ സിയാറത്തിന് പോകുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ പറയും, ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹു അത് ശരിയാക്കി തരും എന്നൊരു ഉറപ്പിൽ നമ്മളിങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. പ്രതീക്ഷയില്ലാത്ത ജീവിതം എന്താ പറയുക, ഒരു എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം എന്നുള്ള തരത്തിലാണല്ലോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക, പ്രതീക്ഷയിലൂടെ ജീവിക്കുക. എന്നെങ്കിലും നമ്മുടെ സ്വപ്നമൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും, നല്ലൊരു ജീവിതം നമുക്കും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെയും മുൻപോട്ട് പോകും അല്ലേ. അപ്പോൾ അതിന് നമ്മൾ കൂടുതലും നമ്മുടെ സൃഷ്ടാവിനോട് അടുത്ത് നിൽക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് സിയാറത്തിന് പോയതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കുകയാണ്. പറ്റുവാണെങ്കിൽ നിങ്ങളും അവിടെ പോയി ഒന്ന് സന്ദർശിക്കുക. തൊടുപുഴയാണ് പ്ലേസ്. പള്ളിയുടെ നെയിം കൊന്താല പള്ളി എന്നാണ്. നമുക്ക് അവിടെ ചെന്ന് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും. അപ്പം നമ്മൾ പെരുമ്പാവൂർക്ക് ബസ് കയറി. ഇത് പെരുമ്പാവൂർ എത്തിയിട്ടുള്ള കാഴ്ചകളാണ്. പിന്നെ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്കുള്ള ബസ് കയറി. നമുക്ക് തൊടുപുഴ വരെ പോകണമെങ്കിൽ 3 ബസ് മാറി കയറണം. കുറച്ച് ലോങ് റൂട്ടാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ചുറ്റും പുറമുള്ള ഓരോരോ കാഴ്ചകളാണ്. എനിക്കിങ്ങനെ ഓരോരോ കാഴ്ചകൾ എൻ്റെ മനസ്സിലും എൻ്റെ ക്യാൻവാസിലും പകർത്തുന്നതാണ് ഇഷ്ടം. എല്ലാ മനുഷ്യരും അവനവരുടേതായ തിരക്കുകളിൽ മുഴുകിയിരിക്കുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് ഉമ്മച്ചിനെയും ഉമ്മച്ചിയുടെ ഫ്രണ്ടിനെയാണ്. അവർ രണ്ടുപേരും എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ബസ് എടുത്തിട്ടില്ല, ബസ് സ്റ്റാൻഡിൽ തന്നെ കിടക്കുകയാണ്. ബസ് എടുക്കുന്ന ടൈമായി. ബസ് എടുത്തു കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്ന ഗാന്ധിജിയുടെ ഒരു പ്രതിമയാണ്. നമ്മുടെ പെരുമ്പാവൂർ മുകളിലത്തെ സ്റ്റാൻഡിൽ നമുക്ക് ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട്. പിന്നെ അത് നോക്കിക്കേ, എന്തൊക്കെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണെന്ന്. ഇങ്ങനെയുള്ളൊരു പച്ചപ്പും ഹരിതാപമൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ എത്ര വലിയ ടെൻഷനിലാണെങ്കിലും ജസ്റ്റ് ഒരു കുളിർമയൊക്കെ നമുക്ക് കിട്ടും അല്ലേ. എല്ലാവരും ഈ ബിസി ഷെഡ്യൂളായ ലൈഫിൽ കുറച്ചൊക്കെ പുറത്തൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ബസ്സിൽ വെച്ച് ഞങ്ങളൊരു കുഞ്ഞു കുട്ടിയെ പരിചയപ്പെട്ടു. അവനിങ്ങനെ കമ്പിയിലൊക്കെ പിടിച്ച് ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ചിരിപ്പിക്കാനൊക്കെ നോക്കി, പക്ഷെ അവൻ ചിരിച്ചൊന്നുമില്ല. പിന്നെ പോണ വഴിക്ക് ഒരു സ്കൂൾ കണ്ടു. ആ സ്കൂളിൻ്റെ ബോർഡിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവരിങ്ങനെ ഒരു എന്താ പറയുക, 2 മൈലിനൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. സ്കൂളിൻ്റെ നെയിമൊന്നും എനിക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റിയില്ല. വണ്ടി ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോയിപ്പോൾ എടുത്തതാണല്ലോ, അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ല. വലിയ സ്കൂളൊന്നല്ല കേട്ടോ, ഈ കുഞ്ഞു കുട്ടികളുടെ ഡേ കെയർ ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ മസ്ജിദിൽ എത്തിച്ചേർന്നു, അൽഹംദുലില്ലാ. ദെൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അങ്ങോട്ടേക്ക് പ്രവേശിച്ചപ്പോൾ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പുണ്യമായ സ്ഥലത്ത് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അത്ര ശരിയല്ലല്ലോ. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിലുള്ള കാഴ്ചകളും പിന്നെ പുറത്തുനിന്ന് ഞാൻ മസ്ജിദ് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ഈ കാണുന്നത്. ഇത് അവിടുത്തെ ഒരു കുടിയാണ്. ബസ് സ്റ്റോപ്പിന് ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു കുടിയാണ്. ആ കുടിയിലാണെങ്കിൽ ജസ്റ്റ് അവർ നല്ല രീതിക്ക് വേലിയൊന്നുമില്ല, പക്ഷെ ഒരു ജസ്റ്റ് ഏതോ ഒരു ടൈപ്പ് മരം ഇങ്ങനെ വേലി പോലെ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇങ്ങനെ നമ്മൾ കമ്പ് കുത്തി വയ്ക്കില്ലേ, അതുപോലെ ഇങ്ങനെ അവർ നട്ടു വളർത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ബസ് വന്നു, ബസ്സിൽ കയറി. നല്ല തിരക്കുണ്ടായി, എന്നാലും അൽഹംദുലില്ലാ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അതിനുശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പള്ളിയിലോട്ട് പോണ ടൈമാണെങ്കിലും അവിടുന്ന് തിരിച്ചിറങ്ങുന്ന ടൈമാണെങ്കിലും നമ്മൾ കണ്ട കാഴ്ചകളും നമ്മൾ പരിചയപ്പെട്ട മനുഷ്യരും എന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. നമ്മളെപ്പോലെ തന്നെ കുറേ പ്രയാസങ്ങളും ദുരിതങ്ങളായിട്ടും കുറേ മനുഷ്യർ അവിടെ ഉണ്ടായി. അവരൊക്കെ കരഞ്ഞ് അള്ളാഹുവിനോട് അവരുടെ പ്രശ്നവും പ്രയാസമൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാം അള്ളാഹു സ്വീകരിക്കും, എല്ലാം അവരുടെ മനസ്സിന് കുളിർമയേകുന്ന രീതിയിൽ അള്ളാഹു നടത്തി കൊടുക്കും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയിലാണ് അവിടുന്ന് നമ്മളും അവിടെ ബാക്കി സിയാറത്തിന് വന്ന എല്ലാ മനുഷ്യരും അവിടുന്ന് പടിയിറങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കുടെയും ദുആ സ്വീകരിക്കുമാറാകട്ടെ.
പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ ഒരു 2:30 ടൈം കഴിഞ്ഞായിരുന്നു. വയറിൽ നിന്നൊക്കെ എന്താ പറയുക, വിശന്നിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ശബ്ദങ്ങൾ വരണ്ടായി കേട്ടോ. എന്നാലും മസ്ജിദിൻ്റെ ഉള്ളിൽ വെച്ചിങ്ങനെ ഓരോരുത്തർ നേർച്ച ചെയ്ത കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടി. എനിക്കൊരു പഴം കിട്ടി, പിന്നെ ഞങ്ങൾ തന്നെ നേർച്ച ചെയ്ത ഈന്തപ്പഴം അത് കഴിച്ചു. എന്നാലും വിശപ്പ് അടങ്ങുന്നുണ്ടായില്ല. ദെൻ ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് ബസ് കയറിയിട്ട് മൂവാറ്റുപുഴ സ്റ്റാൻഡിലെത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഊണ് ഓർഡർ ചെയ്തു. അധികം കറികളൊന്നും ഉണ്ടായില്ല. എന്നാലും അൽഹംദുലില്ലാ കോവക്കത്തോരനും പപ്പടവും അച്ചാറും അവിയലും സാമ്പാറും മോരൊക്കെ ഉണ്ടായി. ഞങ്ങളത് കൂട്ടി ചോറൊക്കെ നല്ല സുഭിക്ഷമായിട്ട് കഴിച്ചു. അൽഹംദുലില്ലാ. എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റായിട്ട് തോന്നിയത് നെല്ലിക്കച്ചാറായിരുന്നു. അത് ഞാൻ എല്ലാവരുടെ പ്ലേറ്റിൽ നിന്നും ബാലൻസ് വന്നതൊക്കെ എടുത്ത് കഴിച്ചു ചോറിൻ്റെ ഒപ്പം. പിന്നെ ഉമ്മച്ചിയുടെ ഫ്രണ്ടായിട്ടുള്ള ഇത്താത്ത ബീഫ് ഒലുത്തിയതല്ല, ബീഫ് ഫ്രൈ വാങ്ങിച്ചു. എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ചിക്കനും ബീഫൊന്നും കഴിക്കാൻ പാടില്ല. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബസ് വരാൻ കുറച്ച് ടൈം എടുത്ത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല ചീര അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ തളിച്ച് നല്ല ഫ്രഷ് ചീര. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിക്കാൻ തോന്നി. പക്ഷേ എങ്കിൽ റേറ്റ് കുറച്ച് ഹൈ ആയിരുന്നു. 40 പറഞ്ഞത് ഒരു കെട്ടിന്. അതുകൊണ്ട് ഉമ്മച്ചി വാങ്ങിച്ചില്ല. പെരുമ്പാവൂർ സ്റ്റാൻഡിൽ എത്തിയിട്ട് വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ പിന്നെ ഞങ്ങളത് വാങ്ങിച്ചില്ല. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി സീറ്റിലൊക്കെ ഇരുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റും പുറമൊക്കെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഒരു കാഴ്ച കണ്ടു. അതും എന്താ പറയുക, ഒരു സന്തോഷമുള്ള ഒരു കാഴ്ചയാണ്. അതൊരു സർവ്വസാധാരണമായൊരു കാഴ്ചയാണ്. നമ്മൾ മലയാളികൾക്ക് അറിയാം. നമ്മുടെ ബസ്സിലൊക്കെ നമ്മുടെ 3 മതവിശ്വാസത്തെയും ഒരു ഫ്രെയിമാക്കി ചേർത്ത് വെച്ച് ലൈറ്റ് എഫക്റ്റൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ലേ. മാഷാ അല്ലാ, ആ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഉള്ളിൽ നല്ല സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ വണ്ടി ബസ് എടുത്തു. ദെൻ നമ്മൾ പിന്നെയും നമ്മുടെ ചുറ്റും പുറമുള്ള കാഴ്ചകളിലോട്ട് ഊളിയിട്ടു. നേരത്തെ പോലെ തന്നെ പച്ചപ്പും ഹരിതാപും ഈ തിരക്കേറിയ ജീവിതത്തിൽ ഓട്ടപ്പാച്ചിൽ നടത്തുന്ന മനുഷ്യരും കുറേ വണ്ടികളും കുറേ കടകളും ഹൈടെക്കായിട്ടുള്ള കടകളും ഉണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിത മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ കടകളും ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും, കണ്ടില്ലേ? അങ്ങനത്തെ കുറേ കടകളും ഉണ്ട്, ഹൈടെക്കായിട്ടുള്ള കടകളും ഉണ്ട്. അതും നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചിനോട് പറയുന്നുണ്ട് 2-3 ദിവസമായിട്ട് എനിക്കൊരു ക്യൂട്ട് ലിറ്റിൽ ബോട്ടിൽ വാങ്ങിത്തരാനും അതുപോലെ തന്നെ ഒരു ഡ്രോയിങ് സ്കെച്ച് ബുക്ക് വാങ്ങിത്തരാനും പറയുണ്ടായി. അപ്പോൾ ഉമ്മച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു പെരുമ്പാവൂർ എത്തുമ്പോൾ എനിക്ക് വാങ്ങിത്തരണേ എന്ന്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ആ മോളെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം പെരുമ്പാവൂർ ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വാങ്ങിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഓരോരോ കടകളിൽ കയറി ഞാൻ ഉദ്ദേശിക്കുന്ന ബോട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണ തിരക്കിലായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ബോട്ടിൽ എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ബോട്ടിൽ വെച്ച് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ മനസ്സിലുള്ള രീതിയിൽ ഞാൻ ഒരു ആർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷോർട്സിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ കുറേ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് ഷോർട്സിൽ കാണിച്ചു തരാം. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡാക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഡ്രോയിങ് ബുക്കും ബോട്ടിലൊക്കെ വാങ്ങിച്ച് തിരിച്ച് നമ്മുടെ പ്ലേസായ തണ്ടേക്കാട് എത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചിക്കൻ സെൻറ്ററിൽ പോയി ഒരു ചിക്കൻ വാങ്ങിക്കാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ദെൻ നമുക്ക് ചിക്കനൊക്കെ കിട്ടി. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ കുട്ടി മിനി വ്ലോഗ് ഇവിടെ തീരുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും എല്ലാവരുടെ പ്രതീക്ഷ കൈവിടാണ്ടിരിക്കുക. എന്താ പറയുക, എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.